എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ധ്യാൻ ചേട്ടന്റെ കൂടെയായിരുന്നു. അന്ന് ധ്യാൻ ചേട്ടൻ ഭയങ്കര ഒരു കൊച്ചായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത്. നീ ഏത് യൂണിവേഴ്സിലാണെന്ന് പറയും. എല്ലാ ഇന്റർവ്യൂലേ ഉണ്ണീനെ വലിച്ചു കീറി ഇതിലെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോ അപ്പൊ അവൻ ഇവരൊക്കെ ഈ യൂണിവേഴ്സിൽ വണ്ടിയിൽ എന്താണെന്ന് ചോദിക്കുമ്പോ പച്ചക്കറിയാണെന്ന് പറയണം. അപ്പൊ പാലക്കാട് അങ്ങ് എല്ലാരും പിടിക്കണോട്ടോ എന്ന് കർശന നിർദ്ദേശമുള്ളതാണ്. ഞങ്ങൾ നോക്കുമ്പോ മാറി ഇരുന്നിട്ട് പച്ചക്കറിയാണ് എന്നിട്ട് ടേക്കില് പുള്ളി എന്താ വണ്ടിയില് പച്ചക്കറിയാണോ ധ്യാൻ ചേട്ടൻ ഒരു ഒറ്റടി കൊടുക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവേട്ടന്റെ. അവൻ എവിടുന്ന് വന്നവനാണ്ട അവനെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. അതെ അതെ അതെ, ഒരുപാട് നാളായിട്ട് ഇവന് കൊടുക്കാൻ പറ്റും. ധ്യാൻ ചേട്ടൻ ഒരു തവണ ഒന്ന് കൊടുത്തു നോക്ക്, അവസരം കൊടുത്തു നോക്ക് വായിക്കാൻ. മമ്മിക്ക് എന്റെ മമ്മിനെ കൊണ്ട് നിർത്തിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുക. അണീനൊക്കെ വായിച്ചിട്ട് ആൾക്കാര് ശ്രീനിവാസൻ സാറിന്റെ വിറ്റ്നസ് ഉണ്ടല്ലോ, ആ സാധനം ഭയങ്കരമായിട്ട് പഠിച്ചു ധ്യാൻ ചേട്ടന് ഇത്രയും മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? നിങ്ങളുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടല്ലേ? എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ നമസ്കാരം. ഇന്ന് കുറച്ച് ഫൺ ചാറ്റിലേക്കാണ് കിടക്കുന്നത്. ഫൺ എന്ന് എടുത്തു പറയാൻ കാരണം ഇന്റർവ്യൂസിൽ ഇദ്ദേഹം വന്നാ പിന്നെ നോക്കണ്ട. എനിക്ക് ഹൈപ്പ് ചെയ്ത് തുടങ്ങി ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഗൈസ്. യെസ്, അപ്പൊ ഭീഷ്മർ എന്ന് പറയുന്ന ഒരു നല്ല ചിത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ, കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒബ്വിയസ്ലി ആർ ഡാർലിംഗ് ധ്യാൻ ചേട്ടൻ. നമസ്കാരം ധ്യാൻ ചേട്ടാ. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടൻ, അഖിലേട്ടൻ, ഉണ്ണിലാൽ ആൻഡ് ഉണ്ണിലാലു ആൻഡ് ദിവ്യ ആൻഡ് ആർ ഡിയറസ്റ്റ് ജിബിൻ ചേട്ടൻ. യെസ്, നമസ്കാരം എല്ലാവർക്കും. എനിക്കറിയാം ഇപ്പൊ നമ്മള് എടുക്കുന്നത് 2 മണിക്കാണ് കേട്ടോ. നല്ല വിശന്നാണ് ഇവരെല്ലാരും ഇരിക്കണത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡിജിറ്റൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാ ഞാൻ ഇരിക്കണേ. തുടങ്ങിയാലോ? പെട്ടെന്ന് തീർക്കണ്ടേ? ധ്യാൻ ചേട്ടാ, ആദ്യം തന്നെ എന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ധ്യാൻ ചേട്ടന്റെ കൂടെയായിരുന്നു. ധ്യാൻ ചേട്ടനും പ്രിയാക മാറ്റനും. അന്ന് ധ്യാൻ ചേട്ടൻ ഭയങ്കര ഒരു കൊച്ചായിരുന്നു. അല്ല, ഒരു എനിക്ക് 2-3 വർഷം മുന്നെയാണ്. ധ്യാൻ ചേട്ടൻ ഭയങ്കര മെലിഞ്ഞൊരു 3 വർഷമൊന്നും അല്ല. അപ്പൊ അല്ലല്ല, ധ്യാൻ ചേട്ടൻ കുറച്ച് നല്ല ഫിറ്റ്നസ് ഒക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. സമയമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും ഞാൻ നോക്കിയിരിക്കുന്നു ഫിറ്റ്നസ്. അല്ല, അന്ന് നിങ്ങളെ കുറിച്ച് ഭയങ്കര കിംവദന്തി ഉണ്ടായിരുന്നത്. കിംവദന്തി കുറയുന്നില്ല, മലയാളം നിഘണ്ടുവിലുള്ള വാക്കാണ്. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അമ്മ വായിച്ചിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കണം. അമ്മയാണ് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാറ്. ആണോ? മലയാളം വായിക്കാൻ അറിയില്ല? മലയാളം വായിക്കാൻ അറിയില്ല. എനിക്ക് ലാംഗ്വേജസ് ഒരു പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല. നമുക്ക് മലയാളം പറയുന്നത് തന്നെ. ഞാൻ മലയാളം നന്നായിട്ട് പറയും. തെലുങ്ക് പറയും. ഗൈസ്, ഞാൻ ഒന്ന് യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ധ്യാൻ ചേട്ടന്റെ കൂടെ എന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ്. ധ്യാൻ ചേട്ടൻ അന്ന് 3 വർഷം ഇവിടെ പോയി. അതെന്താ വെച്ചാല് ഇവരൊന്നും എന്നെ വിളിക്കണ്ടായിരുന്നില്ല. അതാണ് നല്ല രാശിയായിരുന്നു. അപ്പൊ അതെന്താ പറ്റിയടാ?
തിരിച്ചുകൊണ്ടോ ഇതിനിടയിൽ എന്ത് പറ്റി കടക്കര കല്യാണം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെന്താ പറ്റിയത്? അല്ല അന്നെടുത്തത് നമുക്ക് വേണ്ടി തന്നെ ആയിരുന്നോ? അല്ല, വേറെ ബിഹൈൻഡ് വുഡ്സിന് വേണ്ടിട്ട്. ധ്യാൻ ചേട്ടാ പിന്നെ ഈ ഫീൽഡ് മേഖലയിൽ തന്നെ വിട്ടുപോയോ? അല്ല ധ്യാൻ ചേട്ടാ, ഞാൻ ലൈവ് ഇവന്റ്സ് ആണ് ചെയ്യണത്. അപ്പൊ ഇതെനിക്ക് ദുട്ടധികം കിട്ടില്ലാത്തോണ്ട് ഞാൻ അത് ചെയ്യാൻ പോയി. പൈസ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വന്നു കാണും ഇപ്പോഴേക്കും. ഭീഷ്മർ സത്യം പറഞ്ഞാല് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബിക്കോസ് എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ, ഞാൻ 90s കിഡ്സ് ആണ്, അപ്പൊ കിഡാണ്. അപ്പം നമ്മുടെ ഈ ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങള്. ഈസ്റ്റ് കോസ്റ്റിന്റെ പാട്ടുകൾ കൊണ്ട് നിലനിന്ന് പോയ ഒരു പ്രോഗ്രാം. ആ സത്യം, അതിനകത്ത് പാട്ടുകൾ, അതായത് ഓർമ്മിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ മെൽറ്റ് ആയി പോകും. അപ്പൊ സാറിന്റെ സിനിമയില് ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ, നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ഒരുമിക്കുന്ന സിനിമ. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ സിനിമയാണ് ഈ പ്രൊഡക്ഷൻ, ലൈക്ക് ഈ ഒരു വിതരണ അല്ലെങ്കിൽ ഡയറക്ഷൻ വിജയൻ സാറിന്റെ കൂടെ. സോ നിങ്ങൾക്ക്, ബാക്കിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, ഇവർക്ക് രണ്ടുപേർക്കും എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് ചോദിക്കാം. ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് ഡിയറസ്റ്റ് ഉണ്ണിച്ചേട്ടൻ. വൈ? ബിക്കോസ് ഇവിടെ വന്നിരുന്നപ്പോ ഇതിന്റെ PR എൻ്റെ അടുത്ത് പറഞ്ഞു, കോളേജിലൊക്കെ പോയിട്ട് ഉണ്ണിലാലുവിന് നല്ല പ്രൊമോഷൻ കിട്ടിയെങ്കിലും നമുക്ക് ഇന്റർവ്യൂവിന് അത്ര പ്രൊമോഷൻ കയറിയിട്ടില്ല. ഭീഷ്മരെ കുറിച്ച് പറഞ്ഞേക്കാളും കൂടുതൽ ഉണ്ണിലാലുവിനെ കുറിച്ചായിരുന്നു. അയ്യോ ഉണ്ണിച്ചേട്ടാ, ആദ്യം തന്നെ പറയട്ടെ, രേഖ കണ്ടു കഴിഞ്ഞിട്ട് പിടിച്ചടിക്കണം എന്ന് തോന്നിയ ഒരാളാണ് കേട്ടോ. അല്ലെങ്കിൽ നിനക്ക് അടിക്കണം തോന്നി, ഒന്ന് നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി. അല്ല ധ്യാൻ ചേട്ടാ, വല്ലാത്തത് മ്ലേച്ഛനാക്കുന്നുണ്ടോ ഉണ്ണിച്ചേട്ടനെ നിങ്ങൾ? ഇദ്ദേഹത്തെ ഉണ്ണിച്ചേട്ടാ പറ. ഫണ്ണായിരുന്നു പരിപാടി, മൊത്തത്തില് ഹാപ്പി സീൻ ആയിരുന്നു. അങ്ങനല്ല, മൊത്തത്തില് ഷൂട്ടും പരിപാടിയൊക്കെ ഭയങ്കര. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത്. ഐ മീൻ എന്തോ പറയാൻ വരുന്നുണ്ട്. നമ്മളൊക്കെ ഏലിയൻസ് ആണ്, യൂണിവേഴ്സിൽ കിടക്കുന്ന ആളാണ് ഞാന്, ജിബിന്, എല്ലാരും നമ്മളെല്ലാരും. ഇവൻ ഉണ്ണിച്ചേട്ടൻ അറിയാതെ ഉണ്ണിച്ചേട്ടൻ ഒരു അധോലോകമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ള ഒരു പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടൻ, വിഷ്ണു ഒക്കെ ഉള്ള ഇത്രയും ഒരുപാട് ആർട്ടിസ്റ്റ് പടത്തിലുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര അല്ല, ഇത്രയും കൂടുതൽ എല്ലാവരുണ്ടല്ലോ, ഇത്രയും വലിയൊരു. സത്യം പറഞ്ഞ ഈ കഥ ഉണ്ടാവാനും ഈ കഥയുടെ മെയിൻ കാരണക്കാരനെ ഇവരാണ്. സിനിമയിലെ നിങ്ങളാ? ഞാനല്ല, അത് സിനിമ കണ്ടിട്ടല്ല നമുക്ക് എന്നെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നു. ഉണ്ണിച്ചേട്ടനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടനെ ആയിരിക്കും ആ ഡയലോഗിൽ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കാന്നുള്ളത്. ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ട്, അവൻ കോളേജിൽ കയറാത്ത ഒരേ ഒരു സ്ഥലം ലൈബ്രറി. അത് നിങ്ങളെ കുറിച്ച്? എന്നെ കുറിച്ചൊന്നുമല്ല, പെൺകുട്ടികളുടെ ഭീഷ്മർ. അപ്പൊ മൊത്തത്തിൽ ഹാപ്പി സീൻ ആയിരുന്നു. കാരണം ഞാൻ കുട്ടികളുടെ ഭീഷണിയല്ലേ ഇവൻ? പെൺകുട്ടികൾക്കൊരു ഭീഷണിയാണ്. ഇന്നത്തേക്കുള്ളതായില്ലേ? അടുത്തകളിലേക്ക് പോവാലോ. യെസ്, ഇപ്പൊ അല്ല, എനിക്ക് ഇവന്റെ നീ ഏത് യൂണിവേഴ്സിലാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സംസാരം. അതെ, അറിയാതെ പറഞ്ഞു പോയി. അതായത് ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ അങ്ങനല്ല ജിബിൻ ചേട്ടൻ സീരിയസ് വന്നു. സൂപ്പർ ഹിറ്റുകൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കുന്ന ജിബിനോടോ? എല്ലാ ഇന്റർവ്യൂലേ ഉണ്ണീനെ വലിച്ചു കീറി എനിക്ക് പാവം തോന്നിയിട്ട് പാടില്ല. അത്രയും ഇച്ചിരി കടുത്ത് പോയല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു. ഇതിലെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോ അപ്പൊ അവൻ ഇവരൊക്കെ ഈ യൂണിവേഴ്സിറ്റി ചോദിച്ചു മേടിക്കണല്ലേ.
ധ്യാൻചേട്ടാ നമ്മള് ഭീഷ്മറിലേക്ക് വരികയാണെങ്കിൽ അപ്പാർട്ട് നമുക്ക് ജോക്സ് അപ്പാർട്ട് ഭീഷ്മറിലേക്ക് വരികയാണെങ്കിൽ ജോക്സേ ഉള്ളൂ ഇതിന്. അപ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. ചേട്ടനെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ. ഭയങ്കര ഇത്രയും എൻജോയ് ചെയ്ത് ഒരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴേ അറിയാം. അപ്പൊ ആരെങ്കിലും ലൊക്കേഷനിൽ പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അതെന്താ അവിടെ നോക്കി പറയണേ? അല്ല ചെയ്യാണെങ്കിൽ ഇവനെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇവനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇല്ല, ഇവനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മള് കിട്ടിയതേ. ജിബിൻ ചേട്ടാ ആ രഹസ്യം വെളിപ്പെടുത്തു. ഒന്നുമില്ല, പറയില്ല. ഇത് എനിക്ക് തോന്നുന്നു പറയാൻ കൊള്ളാവുന്ന ചെയ്യാറില്ല ഞങ്ങൾ. ഇവന് പറയാൻ പറ്റില്ല. 42 days കൊണ്ട് തീർത്ത ഒരു ഒറ്റ സ്കെഡ്യൂളിൽ തീർത്ത ഒരു സിനിമയാണ് അല്ലെ? പാലക്കാടായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നത്. സോ ഇത് പോകുന്ന സ്റ്റോറി എവിടത്തെയാണ്? പാലക്കാടാണ് ഇതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇത് എവിടെ നടക്കുന്ന ഒരു കാര്യമാണ്? ഏത് യൂണിവേഴ്സിലാണെന്നാണ് ഉദ്ദേശിച്ചത്? അതെ അതെ. പക്ഷെ ട്രെയിലറിലെ സ്ലാങ് ഒന്നും അത്ര ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് ജോലി അന്വേഷിച്ച് മുരുകൻ എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരു സാധാരണ കഥ പറയണല്ലേ? ഇത് പുള്ളി ലാസ്റ്റ് സമാധാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. പാലക്കാടായിരുന്നു കഥ. അഖിലായിട്ട് വന്നപ്പോ തിരുവനന്തപുരമായോ? അല്ല, എന്റെ ഡയലോഗ് തുടങ്ങുന്ന പാലക്കാടാണ്, നിൽക്കുന്നത് തിരുവനന്തപുരമായിരിക്കും. വണ്ടിയിൽ എന്താണെന്ന് ചോദിക്കുമ്പോ പച്ചക്കറിയാണെന്ന് പറയണം. അപ്പൊ പാലക്കാട് സ്ലാങ് എല്ലാരും പിടിക്കണോട്ടോ എന്ന് കർശന നിർദ്ദേശമുള്ളതാണ്. ഞങ്ങൾ നോക്കുമ്പോ മാറി ഇരുന്നിട്ട് പച്ചക്കറിയാണ് എന്നിട്ട് ടേക്കില് പുള്ളി എന്താ വണ്ടിയില് പച്ചക്കറിയാണോ അണ്ണാന്ന്. ഞാനും കൺഫ്യൂസ്ഡ് ആയി പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ അബൂസേന്റെ അടുത്ത് പറഞ്ഞു പാലക്കാട് ആയിരിക്കില്ല കേട്ടോ, ഇത് തിരുവനന്തപുരം ആവാനാണ് സാധ്യത. മനസ്സിലായില്ല പാലക്കാട്. ഇല്ല ഇല്ല ഇല്ല. 19-ാം തീയതി ആട് 3 റിലീസ് ആവുകയാണ്. ആട് 1 ആട് 2 ഒക്കെ ഗംഭീര വിജയമായിരുന്നു. ആട് 3യുടെ ഒപ്പമാണ് നിങ്ങൾ വരുന്നത്. ഇത് ഞങ്ങൾ അനുവദിക്കില്ല. എന്ത്? ഇത് ഞങ്ങളുടെ ഇതിന്റെ ഇടയിൽ ആടിന്റെ പ്രൊമോഷൻ. ഉള്ള സത്യം നമ്മൾ എവിടെയാണെങ്കിലും പറയണം. ഇവള് നേരത്തെ പറഞ്ഞല്ലേ അവിടുന്ന് തൊട്ട് രണ്ട് സൈഡ് വാങ്ങിച്ചു. സോ ലൈക്ക് what is your expectation? അല്ല ഭീഷ്മർ നിങ്ങളുടെ തൊട്ട് വാങ്ങിപ്പോയില്ലേ? അപ്പൂസേ രണ്ടിടത്തും കൂടി വിൽക്കാനുള്ള പരിപാടിയുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ആ സിനിമയോടൊപ്പം നിങ്ങൾ ഇറങ്ങാണല്ലോ, നിങ്ങളുടെ സിനിമയോടൊപ്പം ആ സിനിമ ഇറങ്ങാണല്ലോ. നിങ്ങളുടെ വേറൊരു ചാനലിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കോ? പറയൂ. ഓക്കെ, മാർച്ച് 20-ാം തീയതി ഭീഷ്മർ റിലീസ് ആവുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള ആടിനെ കുറിച്ച്. കാരണം ആട് ഗംഭീര സിനിമ ആയിരിക്കും. കാരണം ഞാൻ കുറച്ച് അതിന്റെ വിഷ്വലൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസം മിഥുൻ ചേട്ടനോട് കുറച്ച് ദിവസം ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി കാണിച്ചു തന്നു. ഗംഭീര സിനിമ. ഒരുപാട് കൂട്ടുകാരെ പടത്തിലുണ്ട്. അവരെ ഇത് നമ്മളെ പറ്റിയും പറയണം. ഓൾറെഡി പ്രൊമോഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പടത്തിനോടൊപ്പം ഭീഷ്മർ എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ പടം ഒരു ദിവസം തള്ളി വച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 20-ാം തീയതി 19-ാം തീയതി തന്നെ നമ്മളൊക്കെ ആട് 3 കാണും. ദുരന്തരം കാണും. ഇതിപ്പോ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരു ദിവസം താമസം ഇറക്കുന്നത് തന്നെ. ആണോ? അത് മാക്സിമം കേരട്ടെ. വിഷ്ണുവിന്റെ അടുത്തേ ഇപ്പോ നമ്മള് തിരക്കഥാകൃത്ത് കൂടി ആവുന്ന ഒരു സമയത്ത് ഞാൻ പരിപാടി നിർത്താം. മറ്റേ 2-3 പടം കഴിഞ്ഞ് ആണ് അല്ല ആണ് ആവുന്ന സമയം എന്ന് വെച്ചാ മറ്റേ മുഹൂർത്തൊക്കെ. നിങ്ങളൊരു തിരക്കഥാകൃത്താണ്. ഇപ്പൊ നീ എഴുത്തുകാരൻ കൃഷ്ണനാണോ
ഇപ്പൊ ആക്ടർ. ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ചാല് അപ്പോ നമ്മള് ഈ ഫൺ എന്റർടൈൻമെന്റ് സ്ക്രിപ്റ്റ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോ ഹണി പോലത്തെ ഒരു സാധനം എപ്പോഴാണ് നീ ചെയ്യാൻ പോകുന്നതാണ്? ചോരയെ കുളിക്കും. ബ്യൂട്ടിഫുൾ ഡാർക്ക് ഫിലിം. സ്ക്രിപ്റ്റിലൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ നമ്മള് നേരത്തെ മനസ്സിൽ വിചാരിച്ചിരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തമാശകളോ ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നോ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്തൊക്കെ? ഭീഷ്മറിലോ? ആ. ഇതിന് കഥ നേരത്തെ കേട്ടതാ. അപ്പൊ അന്ന് പക്ഷെ വിജയേട്ടൻ ഇത് എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് പടമേ അല്ല ഇത്. അൻസാജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, ധ്യാൻ ബ്രോയുടെ ഒക്കെ ഫ്രണ്ടാണ്. അപ്പൊ ഇവൻ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്. അതിപ്പോ വിജയേട്ടൻ വിളിച്ചിട്ട് ഞാൻ ഇതാണ് ചെയ്യാൻ പോണ പടം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത് കാരണം ഇതിലൊരു 90% നൈറ്റ് ആണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതേപോലെ വണ്ടിയിലൊക്കെ ആണ് കുറെ. അപ്പൊ വണ്ടിയിൽ ക്യാമറയൊക്കെ റിഗ് ചെയ്ത്, ഇത് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആണ് ഈ പടം ചെയ്യാന്ന് പറയുന്നത്. അത് പുള്ളി ഏറ്റെടുത്തത് തന്നെ വലിയൊരു അറ്റംപ്റ്റ് ആണ്. അങ്ങനെ ഒരു സിനിമ പുള്ളി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ എന്തോ ഒരു എക്സൈറ്റിംഗ് പരിപാടി ഉണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ക്രിപ്റ്റിലുള്ള കുറെ അഡീഷൻസും റൊമാൻസ് കാര്യങ്ങളും നല്ല പാട്ടുകൾ ഇതൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ വരുന്നത് തന്നെ. അപ്പൊ ആദ്യമേ ഞാൻ കേട്ടതാണ് ഇതിന്റെ കഥ. സ്ക്രിപ്റ്റ് വായിക്കണത് ഷൂട്ടിന്റെ 2 ദിവസം മുമ്പാണ്. ആണ്. ധ്യാൻ ചേട്ടൻ ഏത് പോയിന്റിലാണ് ഭീഷ്മറിലേക്ക് എത്തുന്നത്? ഞാൻ ഇവൻ വന്ന പോയിന്റിൽ ആണോ? രണ്ടുപേരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്താണോ? അല്ല, ഞാന് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് ഒരു കൂട്ടുകാരനുണ്ട്, കോമൺ ഫ്രണ്ട്. പുള്ളിയുടെ കഥയാണ്. പുള്ളി ഇങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് പൊതുവെ വായിക്കാറില്ല. അപ്പൊ ഈ കഥ ഡീറ്റെയിൽ ആയിട്ട് അവൻ എന്നോട് ഇതുപോലെ വിഷ്ണുവിനോട് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം, അത് കുറെ വർഷം മുന്നെയാ, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുന്നേ. അപ്പോൾ ഒരു ദിവസം അങ്കിൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് അങ്ങനെ സാധനം ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഇത് കേട്ടിട്ടുണ്ട്, അറിയാവുന്നതാണ്. അന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നിയതാണ്. അതിൽ പുള്ളി കുറെ നേരത്തെ പറഞ്ഞ പോലെ കുറെ അഡീഷൻസും വരുത്തി. അത് പുള്ളിയുടെ ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സിനിമയാക്കി പുള്ളി അത് ഒരുപാട് മാറ്റങ്ങൾ പുള്ളി വരുത്തി. അത് വരുത്തി നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഒരു കുറച്ച് റൊമാൻസും പാട്ടുകളും അതൊരു വേറെ തന്നെ. അൻസാജിന്റെ സിനിമ വേറൊരു സിനിമയായിരുന്നു, അതിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്ന സിനിമയാണ്. ഇത് കംപ്ലീറ്റ്ലി ബേസ് എലിമെന്റ്, ആ ബേസ് പരിപാടി വെച്ചിട്ട് കുറെ അഡീഷൻസ് പുള്ളി ആഡ് ചെയ്യും. അതൊരു വേറെ തന്നെ ഒരു സിനിമയാക്കി മാറ്റി പുള്ളി. ധ്യാൻ ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല എന്ന് പറയുമ്പോഴേ, ലൈക്ക് ഇന്ന് വരെ ചെയ്തിട്ടുള്ള മൂവീസിന്റെ ഒന്നും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല? ഇല്ല. തിര എന്റെ കസിനല്ലേ എഴുതണേ. അപ്പൊ പിന്നെ തിര പുള്ളി അവിടെ എഴുതുമ്പോൾ എന്നോട് കഥ പറയും. അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീനുകളും അപ്പൊ ഷൂട്ടിന്റെ സമയത്ത് കിട്ടുമ്പോ വായിക്കില്ലേ? അതല്ല, മുന്നേ പ്രയർ ആയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുമല്ലോ സ്ക്രിപ്റ്റ് അല്ലേ? അഖിലേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല? ചുമ്മാ പറയാ. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച സിനിമയുടെ സ്ക്രിപ്റ്റുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ അഭിനയിക്കാത്ത സിനിമ ഒരുപാട് സിനിമ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതെ, അതിന്റെ പോലും വായിച്ചിട്ടില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അത്ഭുതമാണ്. ശ്രീനേട്ടനും പോട്ടെ, ധ്യാനേട്ടൻ എന്താ പപ്പയല്ലേ? കാട്ടുകളി പപ്പൻ. ധ്യാൻ ചേട്ടൻ അല്ല, ശ്രീനേട്ടൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതാ ഇദ്ദേഹത്തിന്റെ പപ്പയല്ലേ? അശോ, സോറി സോറി ഓക്കെ. ശ്രീനേട്ടന്റെ കാര്യം വായിന്ന് അറിയാതെ വീണാണ്. അന്ന് ശ്രീനിവാസൻ സാർ. അപ്പൊ നല്ലതല്ലേ? ശ്രീനിവാസൻ സാർ. ശ്രീനിവാസൻ ആരാണ്?
അളിയെ വിനീതാട്ടായി ചക്ക് നടന്നു അയ്യോ എന്നെ വേർക്കുന്ന നല്ല AC ഉണ്ട് കേട്ടോ, പക്ഷെ എന്നെ വേർക്കുന്നു. അപ്പൊ എന്താ സ്ക്രിപ്റ്റ് വായിക്കുന്നതിനെ കുറിച്ച്? ആയിരുന്നു ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. ഇതുവരെ ഒന്നും വായിച്ചിട്ടില്ല. ഇല്ല, അവര് ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു തരും. അപ്പൊ വായിക്കാതെ ചെയ്യുമ്പോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വായിപ്പിച്ചൂടെ? പപ്പയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പൊ കുട്ടിയായിട്ട് പപ്പ പറയും ഇത് ചെയ്താൽ ആര് തല്ലി പിടിക്കുന്നു. വായിച്ചിട്ട് പേര് വിട്ട് തരുമല്ലേ, സിനിമയ്ക്ക് പേര് വിട്ടത്. അവരെ നമുക്ക് ഒഴിവാക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സത്യം പറയട്ടെ, ഇവളുടെ മമ്മിയാണ് വായിക്കുന്നത് അല്ലേ? പക്ഷെ ഒരാള് വായിക്കുന്നില്ലേ? എനിക്ക് അങ്ങനെ ഒരു മമ്മി ഇല്ല. അമ്മയില്ലേ? എനിക്ക് അങ്ങനെ ഒരു മമ്മിയോ ഇവൻ അങ്ങനെ അമ്മയോ അഖിലിന് അങ്ങനെ മമ്മിയില്ല. ഇവനൊരു മമ്മിയുണ്ട്. നിനക്കൊരു മമ്മിയില്ല, അതിന്റെ കാര്യല്ലേ? അപ്പൊ നീ അത് അമ്മയ്ക്ക് കൊടുക്കാത്തോണ്ടല്ലേ നിന്റെ മമ്മിക്ക്? എന്റെ അമ്മ വനിതയും പറ്റില്ല. ഞാൻ ചേട്ടൻ ഒരു തവണ ഒന്ന് കൊടുത്തു നോക്ക്, അവസരം കൊടുത്തു നോക്ക് വായിക്കാൻ. അവസരം കൊടുക്കും. സ്ക്രിപ്റ്റ് വായിക്കാൻ മമ്മിക്ക്. വീട്ടിൽ ചോറ് കൊടുക്കാതോ? ഓക്കെ, നാളെ മുതൽ എന്റെ സിനിമകളുടെ സ്ക്രിപ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാം. ഒരു തവണ ഒന്ന് കൊടുക്കുന്നു. യെസ്, ഇവിടെ മമ്മി ഉള്ളത് ഭാഗ്യാണെങ്കിൽ നിന്റെ മമ്മിനെ കൊണ്ട് നിർത്തി ഇവിടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുക. അപ്പൊ അറിയാലോ. ദേ ആ ക്യാമറ പുറകെ നിൽക്കുന്ന ചെറുക്കൻ നാക്കൊക്കെ നീട്ടുന്നു. അതവന് ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം ഇവിടെ ഇന്റർവ്യൂ എടുത്തിട്ട് മമ്മി മമ്മി അല്ല ധ്യാൻ ചേട്ടാ, ഞാൻ കാര്യമായി ചോദിക്കണേ. നമ്മൾ ചെയ്താൽ അല്ലല്ല, അമ്മയുടെ കൊടുക്കണം എന്നല്ല പറയണേ. കേസിൽ എന്നറിയാമോ? മലയാളം വായിക്കാൻ മലയാളം വായിക്കാൻ അറിയില്ല, മമ്മിക്കും അറിയില്ല. മമ്മി അടുത്ത വീട്ടിലെ ജോലിക്കാരിക്ക് കൊടുത്തിട്ട് മനോരമ മംഗളം വായിക്കുന്നവർക്ക് കറങ്ങി തിരിച്ച് അവരുടെ അവിടുത്തെ ആരും പടത്തിന് പോവില്ല, കാരണം എല്ലാരും സ്ക്രിപ്റ്റ് വായിച്ചതാ. എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. അണ്ണീടെ ഒക്കെ വായിച്ചിട്ട് ആൾക്കാര് നാട് മുഴുവൻ അല്ലല്ല ഒന്നുമില്ല നായ തന്നെ. അതാ ഞാനും അങ്ങനെ എന്തോ കേട്ടെ. അങ്ങനെ ഒന്നും അല്ല പറഞ്ഞേ. ഭഗവാൻ തെരി മായ ഞാൻ കേട്ട നായന്നാ. കേക്കൂ. ചേച്ചി എങ്ങനെ സർവൈവ് ചെയ്തു സെറ്റില്? ഇതൊക്കെ തീരല്ലേ? ഇതിനകത്ത് ഇറ്റ് വാസ് റിയലി ഫൺ, റൈറ്റ്? കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാം. ഓവർ ദ ഹെഡ്. അത് ധ്യാൻ ചേട്ടനെ കുറിച്ചാണോ? നമുക്ക് ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ആണ് ഇത്, വേഗം നമുക്ക് ഓടിച്ചു തീർക്കാം കേട്ടോ. ഓക്കെ, one person who will sleep first in a caravan ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പോ ഷൂട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം കാരണം കിടന്നുറങ്ങാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. ഷൂട്ട് കഴിയണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങണം. കഴിവ് തന്നെ. വിളിച്ചില്ലല്ലേ? ബിൻചേട്ടാ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇത് ഇപ്പൊ ഒരു ലവ് കോമഡി അങ്ങനത്തെ ഒരു സാധനമാണ്. ഇനി ഇതൊരു റിയൽ ആക്ഷൻ സ്റ്റോറി ആയിരുന്നെങ്കിൽ ഈ സ്റ്റോറിയിൽ ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാള് അതെന്തുകൊണ്ടാണ് ഏകസ്വരത്തിൽ നിങ്ങൾ അങ്ങനെ പറയുന്നത്? സർവൈവ് ചെയ്തു ജീവിതം. നല്ല ഫൈറ്റർ. കേരള പോലീസ്, തമിഴ്നാട് പോലീസ്, എല്ലാരും ആക്ഷൻസ് കൂടുതൽ ആക്ഷൻ ചെയ്യാൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതാണോ കയ്യില്? ഓക്കെ, പ്രൊമോഷൻ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ലേറ്റ് ആയിട്ട് ഇന്ന് വന്നത്, ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നാരാ? ആ കിരീടം എടുത്ത് ചൂടാൻ റെഡിയാണോ? യെസ്. ടൈം നോക്കിയാൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത് ജിബിൻഭായ് ആണ്. പക്ഷെ പുള്ളിയുടെ ഇന്റർവ്യൂ ഇന്നലെ കഴിഞ്ഞതാ. അപ്പൊ ഇന്ന് ആക്ച്വലി ഇല്ല, പക്ഷെ പുള്ളി ലഞ്ചിന്റെ സമയത്ത് കയറി വന്ന് നോക്കിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജിബിൻ ചേട്ടന്റെ ആത്മാർത്ഥത കൊണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ ഫുഡ് കഴിച്ചാൽ ഓക്കെ, if your character met you in a real life, would they like you or fight with you? നിങ്ങളുടെ സിനിമയിലെ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ഈ സിനിമയിലെ നിങ്ങളുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യോ, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കോ? നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉള്ള നിങ്ങളുടെ ക്യാരക്ടർ, റിയൽ ലൈഫിലോ? റിയൽ ലൈഫിൽ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ സിനിമയിലെ ക്യാരക്ടറുമായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കോ ഓർ ഝഗഡ ആയിരിക്കോ?
ഫ്രണ്ട്സ് ആയിരിക്കും. കൂൾ ആളുകളാണോ നിങ്ങൾ സിനിമയിലല്ല? സിനിമയിലെ ക്യാരക്ടർ പലതും ആയിരിക്കും. അല്ല നമ്മള് ഭയങ്കര കൂളായതുകൊണ്ട് ആ ക്യാരക്ടറോട് പോട്ടറാന്നൊക്കെ ഇവനെ കൂടെ കൂട്ടാങ്കിലാണോ? നിങ്ങൾ നേർച്ച കോഴിയാണ് ഇവരുടെ. ഓടിയാണ് നേരത്തെ അല്ല. അവൻ റെഡിച്ചു അവക്കത് മനസ്സിലായി. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചിലപ്പോ പൊട്ടയായിരിക്കും ചോദ്യം, എന്നാലും അല്ല ഇത്രയും നല്ലത് ചോദിച്ചു. സൂപ്പറായിരുന്നല്ലോ. ഇത് മാത്രം അല്ലെ? ഏറ്റവും കൂടുതൽ റീടേക്സ് പോയിട്ടുള്ളത് ആർക്കായിരിക്കും? അങ്ങനെ ആരും പോയിട്ടില്ല, ഒരു ഷോട്ടിനും പോയിട്ടില്ല. ഓക്കെ, ചിരിച്ച് നിങ്ങൾക്ക് ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്, ഐ മീൻ ഫസ്റ്റ് ഷോട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഷോട്ടിൽ അങ്ങനത്തെ ഹൈ പ്രൊഫഷണൽ. ആ വർക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ എല്ലാരും പക്ക. അല്ലാത്ത ഈ ഓഫ് ടൈമിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മളെ ചിരിയും എൻജോയ്മെന്റും ഒക്കെ. വർക്കിന്റെ അവിടെ പ്രിൻസിപ്പൽ ഉണ്ട് നമുക്ക്. ആ മൂപ്പര് എങ്ങനെ ഉണ്ടായിരുന്നു വിജയൻ സാർ? ഭയങ്കര, ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പുള്ളിയുടെ ഒരു ഏജ് ഇതൊക്കെ വെച്ചിട്ട് നമ്മള് പുള്ളിനോട് സംസാരിക്കേണ്ട ഇത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു നമ്മുടെ മൈൻഡിൽ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ നമ്മളെ കാണുന്ന പാടെ പുള്ളി എന്തെങ്കിലും ഒരു തമാശ പറയും. പുള്ളി മൊത്തത്തില് നമ്മളെ ജോലിയിലാക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പുള്ളിയുടെ ഒരു ഇത്. കാണുമ്പോ ഭയങ്കര സീരിയസ് ആയതുകൊണ്ട് ഇടക്ക് ദേഷ്യം വന്നാൽ അത് ഉണ്ടാവും. ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, കുറവാ. അങ്ങനെ ദേഷ്യമൊന്നുമല്ല. അത് ആ ഷൂട്ടിനിടയിൽ പുള്ളി വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോ ആ ഷൂട്ടിനിടയിലുള്ള കാര്യങ്ങളോടുള്ള, അല്ലാണ്ട് പുള്ളി അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഈ സിനിമയില് പുറത്ത് ആർക്കും, ഈ സ്കെഡ്യൂൾ നടക്കുന്ന 42 ദിവസം നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, പുറത്ത് അങ്ങനെ വേറെ ആർക്കും അറിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? മറ്റേ കാര്യം അതൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ചോദിച്ചാൽ മറ്റേ കാര്യം മാത്രമേ ഉള്ളൂ. നാട്ടുകാര് വിചാരിക്കും കേട്ടോ മൂപ്പർ എന്തോ ഇതാണെന്ന്. അല്ല, അത് അങ്ങനെയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഫേക്ക് ആയിട്ട് പറയും. ഓക്കെ, ഇനി ധ്യാൻ ചേട്ടനോട് മാത്രമുള്ള ചോദ്യങ്ങളാ. ഓക്കെ, മാത്രം ചോദ്യങ്ങളുണ്ട്. ഷൂട്ടിന് ലേറ്റ് ആയാല് യൂഷ്വലി പറയണ എക്സ്ക്യൂസ് എന്താ? ലേറ്റ് ആവാറുണ്ടോ? പങ്ക്ച്വൽ വളരെ. ഓക്കെ, സ്ക്രിപ്റ്റ് ഫുള്ള് വായിക്കാതെ എസ് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. ഓക്കെ, അതിനകത്ത് പേര് പറയണ്ട, ആ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് വായിക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യണ്ടെന്ന് വെക്കണതാണോ? സ്ക്രിപ്റ്റ് വായിക്കുന്നത് എന്തിനാ കേൾക്കണേ? എനിക്ക് കേൾക്കാതെ പോകുന്നതിന്റെ സുഖം വേറെ തന്നെയാ. അപ്പൊ അതെങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നാ? ഏത് സിനിമയോ? അത് എന്നെക്കാളും കൂടുതൽ ചിന്തിക്കുന്ന അതിന്റെ സംവിധായകനും നിർമ്മാതാവും. അപ്പൊ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മൂന്ന് കുറെ തലകളുണ്ടല്ലോ. കാരണം സിനിമ സംവിധായകന്റെയാ, നടന്റെ അത്ര തന്നെ സംവിധായകന്റെയും പ്രൊഡ്യൂസറിന്റെയാ സിനിമ. അപ്പൊ എന്നോട് വന്ന് പറയുന്നത് കഥയാ. അപ്പൊ ആ കഥ കേട്ടിട്ടാണ് ഞാൻ ഇഷ്ടം പറയണേ. ഇനി ഞാൻ എന്നെ കേൾപ്പിച്ച് അടങ്ങുന്നുള്ള വാശി ഉള്ള സംവിധായകർ ഉണ്ടായിട്ടുണ്ട്. അവര് നിർബന്ധമുള്ള ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അവര് വായിച്ച് കേൾപ്പിച്ചത് ചെയ്തിട്ടുള്ള അത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്. നമുക്കൊരു ഇപ്പൊ ഒരു കഥ പറയുമ്പോ, നീ ഒരു കഥ പറയാണ്, ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് എനിക്കറിയാം. ആ കഥ നമ്മൾ കുറെ കാലമല്ലേ ഈ പ്രോസസ് ഇത് കാണുന്നു. നമുക്കറിയാം ഇതെന്താ, ഇത് എങ്ങോട്ട് പോകും, എങ്ങോട്ട് എന്താ ഇയാളെന്താ ചിന്തിച്ചിട്ടുണ്ടോ. അങ്ങനെ ആനമുട്ട കഥയൊന്നും ഞാനിതുവരെ കേട്ടിട്ടുമില്ല. ഇനി അപ്പൊ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കഥകളേ ഉള്ളൂ മലയാളത്തിൽ. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ബ്രഹ്മാണ്ഡ കഥയൊന്നും ആലോചിച്ച കഥകളൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും വേറിട്ടൊരു ഐഡിയ ആയിട്ട് വരുമ്പോ നമ്മൾ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ ഞാൻ കേൾക്കാത്തിടത്തോളം ഞാൻ എന്ന് ശ്രദ്ധിക്കണം. വാലിഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പ്രൊഡ്യൂസറിന്റെ ഫോൺ എടുക്കുമ്പോഴേ ഫസ്റ്റ് തോട്ട് മനസ്സിലേക്ക് വരുന്നത് എന്താ? പ്രൊഡ്യൂസറിന്റെ ഫോൺ എടുക്കും. പ്രൊഡ്യൂസറിന്റെ കോള് ഇപ്പം ധ്യാൻ ചേട്ടന് വരുന്നു, ഇപ്പൊ ഫസ്റ്റ് പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വിളിക്കുകയാണ്, എമൗണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും മനസ്സിൽ വരിക? നല്ല മനുഷ്യൻ, എന്നെ വെച്ചൊരു സിനിമ കാരണം അവര് നമ്മളെ വെച്ചൊരു സിനിമ ചെയ്യാൻ വരുമ്പോ നല്ല മനുഷ്യനായിരിക്കണമല്ലോ. ഓക്കെ, ഇപ്പൊ ആടിന് പ്രൊമോഷൻ ചാനലിൽ ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്നില്ലേ? നീ എന്താ വിളി വന്നപ്പോ വിചാരിച്ചിട്ടുണ്ടാവാ?
അവരെ വിറ്റ് കാശാക്കാൻ. ഓക്കെ. റെമ്യൂണറേഷൻ കേട്ടിട്ട് ഷോക്ക് ആയിട്ടുണ്ടോ ആരുടെ? നിങ്ങടെ? ഉണ്ണിലാലുന്റെ. അതിപ്പോ ഇന്ന് ചെന്നേക്കാം. അല്ല ചിലരുടെ ചിലരുടെ ആദ്യം ഷോക്കായിട്ടുണ്ട്, പലരുടെയും റെമ്യൂണറേഷൻ കേട്ടിട്ട് ഇത്രയും നമുക്കുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാ ഫെസ്റ്റിവലിന് സത്യനന്ദിക്കാട് സാറ് ശ്രീനിവാസൻ സാറിനെ കുറിച്ച് ഒരു 1 hour ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വരിയുണ്ട്. ഏത് സന്ദേശം പോലെയുള്ള സിനിമകള് എഴുതി കഴിഞ്ഞിട്ട് എത്രയാണ് എമൗണ്ട് എന്ന് ചോദിക്കാനായിട്ട് അഭിനയിച്ചതിന് ശേഷം ശേഷം വാങ്ങിച്ചത് 50,000 രൂപയാ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കിത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്കത് മതി എന്നുള്ളതാണ്. അത് ആ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അതാണ് നിനക്ക് ജീവിതത്തിൽ വേണ്ടത്. മാത്രം പോരാ, വല്ലപ്പോഴും എന്തുകൊണ്ട് കരിയറിന് ബ്രേക്ക് എടുത്തു? 3 വർഷം നീ എന്തുകൊണ്ട് ഈ ജോലി, നിനക്ക് ഈ മനോഹരമായ ജോലി നിനക്ക് പണത്തിന് വേണ്ടി, കാരണം പണത്തിന് വേണ്ടി മാത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കണ്ടന്റ്മെന്റ് ആ സാധനം നിനക്കില്ല. എനിക്ക് ശരിക്കും അത് ഉണ്ട് ഗൈസ്. അതെ അല്ല, എനിക്ക് എന്റെ അച്ഛൻ അമ്മനെ വെച്ച് എനിക്ക് ചോറ് കഴിക്കണ്ടേ? എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും. 50,000 രൂപ വെച്ചിട്ട് വന്നിരിക്കുക. നമ്മളെ എന്തെങ്കിലും ഡാഡിക്ക് ഒരു കാര്യം സീരിയസ്നെസ്സും ഇല്ല. അച്ഛനാ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഡാഡിന്ന് പറഞ്ഞില്ലേ? എന്റെ അച്ഛനാ ഡാഡിന്ന് വിളിക്കും, പപ്പാന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നു എന്തറിയോ, ശ്രീനിവാസൻ സാറിന്റെ എന്താ പറയുന്ന ആ വിറ്റ്നസ് ഉണ്ടല്ലോ, ആ സാധനം ഭയങ്കരമായിട്ട് ഒരുമിച്ച് പഠിച്ചു പരിചയക്കാരാണ്. എന്താ വെച്ചാല് അയ്യോ കാരണം ഇത്രയും അടുത്തറിയുന്ന ആൾക്കാർ ഇങ്ങനെ പറയുള്ളൂ. നമ്മൾക്ക് ഒരാളെ ഇപ്പൊ ബിഗ് സ്ക്രീനിൽ എനിക്കറിയാം. ധ്യാൻ ചേട്ടന് ഇത്രയും മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? നിങ്ങളുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടല്ലേ? എന്നോട് വെറുപ്പല്ലോ ഇത് പറയുമ്പോ? പിന്നെ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം? ഒരു ഒറ്റ കുട്ടി കാര്യം പറഞ്ഞോട്ടെ, ഇതുകൊണ്ട് നമുക്ക് നിർത്താം. ഇതിന്റെ ടൈറ്റിൽ വെക്കണേ, ധ്യാനിന്റെ വിറ്റ്നസ്. ഇത് പറയാൻ കാര്യം എന്താ അറിയോ, ഇവരുടെ രണ്ടുപേരുടെയും ഞാൻ ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടതും ചേട്ടൻ കൂടെ ഉണ്ട്, മറക്കരുത്. ഇല്ല മറക്കുന്നില്ല. അദ്ദേഹത്തിനകത്ത് പാട്ടും പാടിയിട്ടുണ്ട്. യെസ്, നല്ല പാട്ടാണ്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയൂല. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. ഇത് വരും രഞ്ജിന്റെ മെസ്സേജ്. രഞ്ജിൻ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ജോസഫ് അല്ല, മറ്റേ സിനിമ ഏതായിരുന്നു, മാളികപ്പുറം കഴിഞ്ഞിട്ട്. 3 വർഷമായില്ലേ? അതാണ് ബ്രേക്ക്. ധ്യാൻ ചേട്ടന്റെയും രഞ്ജിൻ ചേട്ടന്റെ ഒക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ആയിരുന്നു. സിനിമയെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. ബട്ട് ഗൈസ്, അതല്ല എനിക്ക് ചോദിക്കാൻ സമയം തന്നില്ല. മാർച്ച് 20 ഇവരുടെയൊക്കെ വലിയ പ്രതീക്ഷയിലുള്ള, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആർട്ടിസ്റ്റുകളെ പെർഫോം ചെയ്യുന്ന നല്ല സിനിമയാണെന്ന് വിശ്വാസത്തിൽ നല്ല സിനിമ എന്ന് തന്നെ പറയാണ്. നല്ല സിനിമ ഭീഷ്മർ തിയേറ്ററിൽ എത്താണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ചെന്ന് കാണണം അല്ലേ? അപ്പോ എന്താണ് നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു 1 ലൈൻ വേഗം പറഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം. We'll start with ഉണ്ണിലാലു. ഞാൻ വളരെ നോർമലാണ്. സാധാരണ ക്യാരക്ടറാണ്. ഇപ്പൊ ഒരു കോളേജ് പരിപാടിയൊക്കെ, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പയ്യൻ പരിപാടിയാണ്. കുറച്ചുകൂടെ മാനസ് ഉണ്ട്, കുറച്ച് ആക്ഷൻ പരിപാടി ഉണ്ട്, കുറച്ച് ആക്ഷൻ പരിപാടി ഉണ്ട്, അങ്ങനത്തെ ഒക്കെ പോകുന്നത്. പിന്നെ മൊത്തത്തിലൊരു ട്രാവലുമാണ്. അപ്പൊ ട്രാവലില് കൂടെയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. യെസ്, അഖിലേട്ടാ ഗുരുവായൂരമ്പല നടയിലും പിന്നെ നമ്മുടെ തെക്കൻ തല്ല കേസിലും ഒക്കെ നിങ്ങൾ തകർത്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇതില്. ധ്യാനിന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്, കൂട്ടുകാരനാണ്, സുഹൃത്താണ്. അങ്ങനെ ഒരു നാട്ടിൻപുറത്തുകാരൻ, ഒരു നാടൻ പരിപാടി. യെസ്, വിഷ്ണുട്ടാ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ക്യാരക്ടറാണ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണോ? അതെ. അതിനുശേഷം ഉണ്ടാവുന്ന കുറെ ഇൻസിഡന്റും പരിപാടികളൊക്കെയാണ്. ധ്യാൻ ചേട്ടാ
ഞങ്ങളൊക്കെ ഏകദേശം പാവങ്ങളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തില് പാവങ്ങളാ, ശുദ്ധരായിട്ടുള്ള റിയൽ മനുഷ്യന്മാരുണ്ട് ലൈഫിലോ? റിയൽ ലൈഫിലും റിയലിലും ഉള്ള പോലെ തന്നെ ആക്ച്വലി. അത് പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ കുഞ്ഞു എന്ന് പറയണ്ട മനസ്സുള്ള മറ്റുള്ളവരുടെ വിഷമങ്ങൾ മറ്റേ മനസ്സലിയുന്ന അങ്ങനെ ചില പ്രശ്നങ്ങളിൽ പോയി ചാടുകയും ആ പ്രശ്നം പിന്നെ വലുതായി നമ്മുടെ നമ്മുടെ പ്രശ്നമായി മാറുകയും അത് ഏറ്റെടുക്കേണ്ടി വരുന്ന അത്തരം കുറെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഈ സിനിമ തന്നെ. ഗൗരി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതില് ഹൗസ് വൈഫാണ്, സ്ട്രഗിൾസ് ഉണ്ട്, പിന്നെ പ്രണയമുണ്ട്, അങ്ങനത്തെ ഒരു ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് എ നൈസ് ക്യാരക്ടർ, ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാരക്ടർ, ബോൾഡ് ആണ്. യെസ്. ആൻഡ് ജിമിൻ ചേട്ടാ? നേരത്തെ പറഞ്ഞ ഇതേ പ്രശ്നത്തിനിടയിൽ വന്ന് പെട്ടുപോകുന്ന ഒരു പാവപ്പെട്ടവനാണ്. അപ്പോ ഭീഷ്മർ അടിപൊളിയാവട്ടെ. തിയേറ്ററിലെ എല്ലാ സീറ്റുകളും ഫില്ലായിട്ട് കുറേ ദിവസം ഓടട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയായിട്ട് മാറട്ടെ. ഞാൻ ചേട്ടാ, കൂടിയിരിക്കുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.